എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭാര്യ സുന്ദരിയാണെങ്കിലും കിടപ്പറയിൽ ഭർത്താവിന് പോറടി. അതെ, പുരുഷ മനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, കിടപ്പറയിൽ ഹോട്ടാവാൻ സൗന്ദര്യം മാത്രം പോരാ. സ്ത്രീ മനസ്സിന്റെ രഹസ്യങ്ങളെല്ലാം തങ്ങൾക്ക് മനഃപ്പാഠമാണെന്ന് കരുതുന്ന പുരുഷന്മാരെ കുറിച്ച് ഇനി അറിയാൻ ഒന്നുമില്ലെന്ന് കരുതുന്ന സ്ത്രീകളുമുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിക്കുക. എല്ലാം അറിയാമോ? എല്ലാം അറിയില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും അറിയില്ലെന്നാണ് സെക്സ് എക്സ്പേർട്ട് പറയുന്നത്. കിടപ്പറയിൽ തങ്ങളുടെ ചില പെരുമാറ്റ രീതികൾ പുരുഷന്മാരെ അകറ്റുമെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല. അതിനായി എക്സ്പേർട്ടുകൾ അതിൻ്റെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്നാമതായി കിടപ്പറയിൽ ഒന്നിച്ചിരുന്ന് പോൺ വീഡിയോ കാണുന്നത്. ന്യൂജൻ കാലത്ത് പോൺ കാഴ്ച വലിയ തെറ്റാണെന്ന് ആരും കാണുന്നില്ല. അമിതമാകരുതെന്ന് മാത്രം. തങ്ങളുടെ ഭർത്താക്കന്മാർ ഒളിഞ്ഞോ തെളിഞ്ഞോ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് മിക്ക സ്ത്രീകൾക്കും അറിയാം. എന്നാൽ ഈ ഒരു ധാരണ മനസ്സിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പോൺ കണ്ടു കളയാമെന്ന് വിചാരിച്ചാൽ സംഗതി പാളും കേട്ടോ. തെറ്റിദ്ധരിക്കേണ്ട. ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ തെറ്റില്ല എങ്കിലും പക്ഷേ ഒന്നും പേഴ്സണലായി എടുക്കരുതെന്നും മാത്രം. പോൺ വീഡിയോ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ പതിവ് പോലെ സ്ക്രീനിൽ നിന്ന് കണ്ണടയ്ക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊപ്പം രതിലീലകളിൽ ഏർപ്പെടുമ്പോഴത്തേക്കാൾ അവൻ ഉണർന്നെന്നും വരാം. അതൊന്നും പേഴ്സണലായി എടുക്കരുത്. നിങ്ങളോടുള്ള അടുപ്പക്കുറവൊന്നുമല്ല കേട്ടോ അത് വെറും ഒരു ശീലം മാത്രമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി, രതികളിയിലെ അമിത സീൽക്കാരം. കിടപ്പറയിൽ അവൻ ഒരു പുലിയാണെന്ന് കാട്ടി സന്തോഷിപ്പിക്കാൻ ചില സ്ത്രീകൾ രതി സീൽക്കാരങ്ങളുടെ ശബ്ദമുയർത്തും. ഇത് തൊട്ടടുത്ത മുറിയിലുള്ളവരോ അയൽപ്പക്കക്കാരോ കേൾക്കുമെന്ന ഒരു വിചാരവുമില്ല. അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ. ചുംബനങ്ങൾ തുടങ്ങിയില്ല, അതിനു മുമ്പേ തുടങ്ങി സീൽക്കാരൻ എന്നായിരിക്കും അവൻ മനസ്സിൽ കരുതുക. ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന് പ്രത്യേകിച്ചു പറയേണ്ടതല്ലോ. മൂന്നാമതായി, കിടപ്പറയിലെ നിസ്സംഗഭാവം. നിങ്ങൾ വളരെ ഹോട്ടാണ്, അതുകൊണ്ട് അവർ സ്വാഭാവികമായി ഉണർന്നോളും. നിങ്ങൾ ആ സമയത്ത് സിനിമയോ സീരിയലോ ഓർത്തുകൊണ്ട് കിടന്നാൽ മതി എന്ന് കരുതുന്നതും അപകടമാണ്. കിടപ്പറയിലെ ഈ നിസ്സംഗഭാവം അവന്റെ താല്പര്യം കെടുത്തുമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ബന്ധത്തെയും ബാധിച്ചേക്കാം. നാലാമതായി, സെക്സിന് മുമ്പുള്ള ചില ദഹനക്കേടുകൾ. സെക്സിന് തൊട്ടു മുമ്പുള്ള ചില സ്ത്രീ സ്വഭാവങ്ങളും പല പുരുഷന്മാർക്കും വെറുപ്പാണ്. ഉദാഹരണത്തിന്, ഓറൽ സെക്സിൽ ഏർപ്പെടും മുൻപ് ഡോറ് തുറന്നിട്ട് മൂത്രം ഒഴിക്കാൻ പോകുന്നതും അത് കഴിഞ്ഞ ശേഷം കൈകൾ കഴുകുകയോ വൃത്തിയാക്കുകയോ ചെയ്യാത്തതും പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പുരുഷന്മാരുടെ പുറത്ത് കൂടി നഖം കയറുന്നതൊക്കെ AC തണുപ്പിൽ സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കാൻ രസമാണ്. യഥാർത്ഥ ജീവിതത്തിൽ അതൊക്കെ സൂക്ഷിച്ചു വേണം. പുറത്തുകൂടി നഖം കയറുന്നത് വേദനിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ചിലപ്പോൾ രസം കെടുത്തുകയും ചെയ്യും. ചില സ്ത്രീകൾക്ക് ശരീരത്തെക്കുറിച്ച് അമിതബോധമാണ്. എപ്പോഴും കിടപ്പറയിലും മൂടി പുതച്ചിരിക്കുക. ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രം വസ്ത്രമുറിയാൻ തയ്യാറാവുക. ഇതൊക്കെ പുരുഷന്മാർക്ക് രസം കൊല്ലികളാണ്. സ്വന്തം ശരീരം അത്ര സെക്സി അല്ലെന്ന് കരുതുന്ന സ്ത്രീകൾ കൂട്ടുകാരൻ അതങ്ങനെയല്ല, സുന്ദരമാണെന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ പോകേണ്ട. അതൊക്കെ ഒരു ഇഷ്ടമല്ലേ. ഇനിയുമുണ്ട് രസങ്ങളും രസക്കേടുകളും. അത് പിന്നീട് ഒരിക്കൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം.